സുഭാഷിതങ്ങൾ. ഈ വീഡിയോയിൽ 8 സുഭാഷിതങ്ങളാണുള്ളത്. അവസാനത്തെ സുഭാഷിതം വരേക്കും എല്ലാവരും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ശ്ലോകം: ദാനേന പാണിർനതു കങ്കണേന, സ്നാനേന ശുദ്ധിർനതു ചന്ദനേന, മാനേന തൃപ്തിർനതു ഭോജനേന, ജ്ഞാനേന മുക്തിർനതു മുണ്ഡനേന. പദച്ഛേദഃ: ദാനേന പാണിഃ ന തു കങ്കണേന സ്നാനേന ശുദ്ധിഃ, ന തു ചന്ദനേന മാനേന തൃപ്തിഃ, ന തു ഭോജനേന ജ്ഞാനേന മുക്തിഃ, ന തു മുണ്ഡനേന. അന്വയഃ: പാണിഃ ദാനേന ശോഭത്തെ ന തു കങ്കണേന, ശുദ്ധിഃ സ്നാനേന ഭവതി ന തു ചന്ദനേന, തൃപ്തിഃ മാനേന ഭവതി ന തു ഭോജനേന, മുക്തിഃ ജ്ഞാനേന ഭവതി ന തു മുണ്ഡനേന. ശ്ലോകാർത്ഥം: പാണിഃ കയ്യ്, ദാനേന ശോഭത്തെ ദാനത്തിനാൽ ശോഭിക്കുന്നു, ന തു കങ്കണേന വളകൾ കൊണ്ടല്ല. ശുദ്ധിഃ ശരീരശുദ്ധി, സ്നാനേന ഭവതി സ്നാനത്തിനാൽ ഭവിക്കുന്നു, ന തു ചന്ദനേന ചന്ദന ലേപനത്തിനാൽ അല്ല. തൃപ്തിഃ തൃപ്തി മാനേന ഭവതി അഭിമാനത്താൽ ലഭിക്കുന്നു, ന തു ഭോജനേന ഭോജനത്താൽ അല്ല. മുക്തിഃ ജനന മരണത്തിൽ നിന്നുള്ള മുക്തി, ജ്ഞാനേന ഭവതി ജ്ഞാനത്താൽ ഭവിക്കുന്നു, ന തു മുണ്ഡനേന തല മുണ്ഡനം ചെയ്യുന്നതിലൂടെ അല്ല. അടുത്ത സുഭാഷിതം: ത്യജ ദുർജന സംസർഗം, ഭജ സാധു സമാഗമം, കുരു പുണ്യമഹോരാത്രം, സ്മര നിത്യമനിത്യതാം. പദച്ഛേദഃ: ത്യജ ദുർജന സംസർഗം, ഭജ സാധു സമാഗമം, കുരു പുണ്യം അഹോരാത്രം, സ്മര നിത്യം അനിത്യതാം. അന്വയഃ: ദുർജന സംസർഗം ത്യജ, സാധു സമാഗമം ഭജ, അഹോരാത്രം പുണ്യം കുരു, നിത്യം അനിത്യതാം സ്മര. ശ്ലോകത്തിൻ്റെ അർത്ഥം: ദുർജന സംസർഗം ദുർജനങ്ങളുടെ കൂടെയുള്ള സംസർഗം, ത്യജ നീ ത്യജിക്കുക. സാധു സമാഗമം സജ്ജന സംസർഗം, ഭജ നീ സേവിക്കുക അഥവാ സ്വീകരിക്കുക. അഹോരാത്രം പകലിലും രാത്രിയിലും, പുണ്യം കുരു നീ പുണ്യത്തെ ചെയ്യൂ. അനിത്യതാം ഒന്നും ശാശ്വതമല്ല എന്ന്, നിത്യം സ്മര നീ എല്ലായ്പ്പോഴും ഓർമ്മിക്കൂ. അടുത്ത സുഭാഷിതം: ദുർജന പരിഹർത്തവ്യോ വിദ്യയാലങ്കൃതോപി സൻ, മണിനാ ഭൂഷിത സർപ്പഃ ഹിമൗസൗ ന ഭയങ്കരഃ. പദച്ഛേദഃ: ദുർജനഃ പരിഹർത്തവ്യഃ വിദ്യയാ അലങ്കൃതഃ അപി സൻ, മണിനാ ഭൂഷിതഃ സർപ്പഃ കിം അസൗ ന ഭയങ്കരഃ. അന്വയഃ: വിദ്യയാ അലങ്കൃതഃ സൻ അപി ദുർജനഃ പരിഹർത്തവ്യഃ, മണിനാ ഭൂഷിതഃ അസൗ സർപ്പഃ കിം ന ഭയങ്കരഃ. ശ്ലോകത്തിൻ്റെ അർത്ഥം: വിദ്യയാ വിദ്യയാൽ, അലങ്കൃതഃ സൻ അപി അലങ്കരിക്കപ്പെട്ടിരുന്നാൽ പോലും, ദുർജനഃ ദുർജനം, പരിഹർത്തവ്യഃ ദൂരെ നിർത്തപ്പെടേണ്ടതാകുന്നു, മണിനാ മണിയാൽ മാണിക്യത്താൽ, ഭൂഷിതഃ ഭൂഷിതനായ, അസൗ സർപ്പഃ ആ സർപ്പം, കിം ന ഭയങ്കരഃ ഭയത്തെ ജനിപ്പിക്കുകയില്ലയോ. ഇതിൻ്റെ അർത്ഥം: മാണിക്യം തലയിലുണ്ടെന്ന് കരുതി ആ സർപ്പത്തെ ആരും അടുത്ത് നിർത്താറില്ലല്ലോ. അതേപോലെ വിദ്യയാൽ അലങ്കരിക്കപ്പെട്ടിരുന്നാൽ പോലും ദുർജനത്തെ നമ്മൾ ദൂരെ നിർത്തേണ്ടതാകുന്നു എന്ന് സുഭാഷിതത്തിൻ്റെ അർത്ഥം. അടുത്ത സുഭാഷിതം: ദുർജനഃ പ്രിയവാദീ ച നൈതദ് വിശ്വാസകാരണം, മധുതിഷ്ഠതി ജിഹ്വാഗ്രേ
ഹൃദയേ തു ഹലാഹലം. പദച്ഛേദഃ ദുർജനഃ പ്രിയവാദീ ച ന ഏതത് വിശ്വാസകാരണം മധു തിഷ്ഠതി ജിഹ്വാഗ്രേ ഹൃദയേ തു ഹലാഹലം. അന്വയഃ ദുർജനഃ പ്രിയവാദീ ച ഏതത് ന വിശ്വാസകാരണം യതോ ഹി തസ്യ ജിഹ്വാഗ്രേ മധു തിഷ്ഠതി ഹൃദയേ തു ഹലാഹലം തിഷ്ഠതി. ശ്ലോകത്തിൻ്റെ അർത്ഥം: ദുർജനഃ പ്രിയവാദീ ച പ്രിയമായി സംസാരിക്കുന്നവനാണെങ്കിലും ഏതത് ന വിശ്വാസകാരണം ഇത് വിശ്വാസത്തിന് കാരണമാകരുത്. യതോ ഹി എന്തുകൊണ്ടെന്നാൽ തസ്യ ജിഹ്വാഗ്രേ ആ വ്യക്തിയുടെ നാവിൻ തുമ്പിൽ മധു തിഷ്ഠതി തേൻ നിൽക്കുന്നു. ഹൃദയേ തു ഹൃദയത്തിലാകട്ടെ ഹലാഹലം തിഷ്ഠതി വിഷം നിൽക്കുന്നു. അടുത്ത സുഭാഷിതം: ധൃതിഃ ക്ഷമാ ദമോസ്തേയം ശൗചമിന്ദ്രിയ നിഗ്രഹഃ ധീർവിദ്യാ സത്യമക്രോധോ ദശകം ധർമ്മലക്ഷണം. ധൃതിഃ ക്ഷമാ ദമഃ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹഃ ധീഃ വിദ്യ സത്യം അക്രോധഃ ദശകം ധർമ്മലക്ഷണം. അന്വയഃ ധൃതിഃ ക്ഷമാ ദമഃ അസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹഃ ധീഃ വിദ്യ സത്യം അക്രോധഃ ഏതത് ദശകം ധർമ്മലക്ഷണം ഇതി കഥ്യത്തെ. ശ്ലോകത്തിൻ്റെ അർത്ഥം: ധൃതിഃ ധൈര്യം, ക്ഷമാ ക്ഷമാശീലം, ദമഃ മനസ്സിനെ ആശകളിൽ നിന്നും പിടിച്ചു നിർത്തൽ, അസ്തേയം മോഷണ സ്വഭാവമില്ലായ്ക, ശൗചം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹഃ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തൽ, ധീഃ ബുദ്ധി, വിദ്യ അറിവ്, സത്യം സത്യസന്ധത, അക്രോധഃ ക്രോധമില്ലായ്ക, ഏതത് ദശകം ഈ 10 കാര്യങ്ങൾ ധർമ്മലക്ഷണം ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതി കഥ്യത്തെ എന്ന് പറയപ്പെടുന്നു. അടുത്ത സുഭാഷിതം: ന ച വിദ്യാ സമോ ബന്ധുർ ന മുക്തേ പരമാ ഗതിഃ ന വൈരാഗ്യാത് പരം ഭാഗ്യം നാസ്തി ത്യാഗസമം സുഖം. പദച്ഛേദഃ ന ച വിദ്യാ സമഃ ബന്ധുഃ ന മുക്തേഃ പരമാ ഗതിഃ ന വൈരാഗ്യാത് പരം ഭാഗ്യം ന അസ്തി ത്യാഗസമം സുഖം. അന്വയഃ വിദ്യാ സമഃ ബന്ധുഃ ന അസ്തി, മുക്തേഃ പരമാ ഗതിഃ ന അസ്തി, വൈരാഗ്യാത് പരം ഭാഗ്യം ന അസ്തി, ത്യാഗസമം സുഖം ച ന അസ്തി. ശ്ലോകത്തിൻ്റെ അർത്ഥം: വിദ്യാസമഃ വിദ്യയ്ക്ക് സമമായി, ബന്ധുഃ ന അസ്തി വേറൊരു ബന്ധുവില്ല, മുക്തേഃ പരമ ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിക്കു മുകളിലായി, ഗതിഃ ന അസ്തി വേറൊരു ഗതി ഇല്ല, വൈരാഗ്യാത് പരം ലൗകിക ജീവിതത്തിനോടുള്ള വിരക്തിക്കു മുകളിലായി, ഭാഗ്യം ന അസ്തി മറ്റൊരു ഭാഗ്യമില്ല, ന ച ത്യാഗസമം സുഖം ത്യാഗത്തിന് സമമായി മറ്റൊരു സുഖവുമില്ല. അടുത്ത സുഭാഷിതം: നാപൃഷ്ടഃ കസ്യചിത് ബ്രൂയാൻ ന ചാന്യായേന പൃച്ഛതഃ ജാനന്നപി മേധാവി ജഡവല്ലോകേ ആചരേത്. പദച്ഛേദഃ ന അപൃഷ്ടഃ കസ്യചിത് ബ്രൂയാത് ന ച അന്യായേന പൃച്ഛതഃ ജാനൻ അപി ഹി മേധാവി ജഡവത് ഹി ലോകേ ആചരേത്. അന്വയഃ അപൃഷ്ടഃ കസ്യചിത് ന ബ്രൂയാത് അന്യായേന പൃച്ഛതഃ ച ന ബ്രൂയാത് മേധാവി ജാനന്നപി ജഡവത് ഹി ലോകേ ആചരേത്. ശ്ലോകത്തിൻ്റെ അർത്ഥം: കസ്യചിത് അപൃഷ്ടഃ
എന്തിനെക്കുറിച്ചും ചോദിക്കപ്പെടാത്ത ഒരു വ്യക്തി ന ബ്രൂയാത് ഒരു ഉത്തരവും പറയുവാൻ പാടില്ലാത്തതാകുന്നു. ചോദിച്ചാൽ മാത്രമേ നമ്മൾ ഉത്തരം പറയുവാൻ പാടുള്ളൂ. ചോദിക്കാത്തിടത്ത് ഉത്തരം പറയാൻ പാടില്ല എന്നർത്ഥം. അന്യായേന ന്യായമല്ലാത്തത് പൃച്ഛതഃ ച ചോദിക്കപ്പെട്ടാലും ന ബ്രൂയാത് ഉത്തരം നൽകേണ്ടെന്ന് ആവശ്യമില്ല. മേധാവി ബുദ്ധിമാൻ ജാനൻ അപി ഒരു വിഷയത്തെപ്പറ്റി അറിവുണ്ടെങ്കിലും ജഡവത് ഹി അറിവില്ലാത്തവനെ പോലെ ലോകേ ആചരേത് ലോകത്തിൽ പെരുമാറേണ്ടതാകുന്നു. അടുത്ത സുഭാഷിതം. ലാലയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേത്. പദച്ഛേദഃ. ലാലയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവത് ആചരേത്. അന്വയഃ. പഞ്ചവർഷാണി ലാലയേത് ദശവർഷാണി താടയേത് ഷോഡശേ വർഷേ പ്രാപ്തേതു പുത്രം മിത്രവത് ആചരേത്. ശ്ലോകത്തിൻ്റെ അർത്ഥം. പഞ്ചവർഷാണി ആദ്യത്തെ 5 വർഷം, ഒരു കുട്ടി ജനിച്ച് ആദ്യത്തെ 5 വർഷം ലാലയേത് ലാളിക്കണം. ദശവർഷാണി അടുത്ത 10 വർഷം താടയേത് ശിക്ഷ കൊടുത്തു വളർത്തണം. ഷോഡശേ വർഷേ 16-ാമത്തെ വയസ്സിൽ പ്രാപ്തി എത്തുമ്പോൾ പുത്രനോട് മിത്രവത് സുഹൃത്തിനെ പോലെ ആചരേത് പെരുമാറണം. സുഭാഷിതങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ധാരാളം ആളുകൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കുറവാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇനിയും ഒരു കൂട്ടം സുഭാഷിതങ്ങളുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.